രേവതി ഇന്നലെ അമ്മ ജനറൽ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം രേവതി കണ്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അവിടെ അതിൽ സിദ്ദിഖ് അത്ഭുതം കൂറുന്നുണ്ട്. ഇന്നേ വരെ അങ്ങനെ ഒരു പരാതി കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല എന്നാണെന്ന് മാത്രമല്ല ഇതൊക്കെ ക്രിമിനൽ കുറ്റമാണെന്ന് പറയുന്നുണ്ട് ഇന്നലെ സിദ്ദിഖ്. രേവതിക്ക് അത് കേട്ടപ്പോൾ തോന്നിയത് എന്താണ്? രേവതിയുടെ അനുഭവം എന്താണ്? ഒട്ടും തന്നെ ഷോക്കിംഗ് അല്ല എന്നുള്ളതാണ്. ഒട്ടും തന്നെ ഷോക്കിംഗ് അല്ല. കാര്യം അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് കാര്യം. ഹി ഹിംസെൽഫ് ഇസ് എ ക്രിമിനൽ. കാര്യം എനിക്ക് ആദ്യം ഇതിങ്ങനെ നമ്മളെ ഫീഡിൽ ഈ ഒരു ഇദ്ദേഹത്തിൻ്റെ റെസ്പോൺസ് ഇങ്ങനെ പോകുന്ന സമയത്തുമൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ സ്കിപ്പ് ചെയ്ത് കളയുമായിരുന്നു. കാര്യം ഈ മെലോ ഡ്രാമ കാണാൻ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ബീയിങ് എ സർവൈവർ. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബീയിങ് എ സർവൈവർ ഈ മെലോ ഡ്രാമ നമുക്ക് കാണാൻ ഒരു പരിധി ഉണ്ടല്ലോ. അപ്പം സ്വാഭാവികമായിട്ട് ഇൻസ്റ്റിങ്ക്റ്റ് തന്നെ നമുക്ക് വല്ലാത്തൊരു രീതിയിലുള്ള റെസ്പോൺസ് ആയിരിക്കും. ഫിസിയോളജിക്കലി ആണെങ്കിലും എല്ലാ രീതിയിലും നമുക്ക് തരുന്നുണ്ടായിരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഇതൊക്കെ ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണ് എന്ന് ഇതൊക്കെ പറയുമ്പോൾ ഇത്രത്തോളം അവയർനെസ് മിസ്റ്റർ സിദ്ദിഖിനുണ്ടായിരുന്നോ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ അത്ഭുതം. ഇത്രത്തോളം അവയർനെസ് ഉണ്ടായിരുന്നു. അപ്പം ഇദ്ദേഹം തുറന്ന് പറയുകയാണ് ഒരു മീഡിയയിൽ വെച്ചിട്ട് തന്നെ, ഇദ്ദേഹം എന്നെ ട്രാപ്പിലാക്കിയപ്പോഴും അല്ലെങ്കിൽ പിന്നെ എന്നെ സെക്ഷുവലി അബ്യൂസ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിൽ ഇദ്ദേഹം മാസ്റ്റർബേറ്റ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് കൺസിഡർ മീ ടു ലിക്ക് എന്ന് പറഞ്ഞപ്പോൾ പല ആക്ഷൻസും ഇയാൾ ആ ഒരു സമയത്ത് ഇയാൾ ചെയ്ത സമയത്ത് എന്നെ അറ്റാക്ക് ചെയ്ത സമയത്ത്, ഹീസ് ആൻ അറ്റാക്ക് ചെയ്ത സമയത്ത് ഒന്നും ഇയാൾക്ക് ഫീൽ ചെയ്തില്ലേ, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയ സമയത്ത് നീ ഇത് പുറത്ത് പോയി പറഞ്ഞാലും ഒരു മനുഷ്യനും നിന്നെ വിശ്വസിക്കില്ല, നീ പോയി പറ, നീ എന്നെ കൊണ്ട് പറയുന്ന മാക്സിമം നീ പറ എന്ന് പറഞ്ഞപ്പോഴൊന്നും തന്നെ മിസ്റ്റർ സിദ്ദിഖിന് ഇത് ക്രിമിനൽ ആക്ടിവിറ്റി ആണെന്നോ നിങ്ങളൊരു ക്രിമിനൽ ആണെന്നോ നിങ്ങൾക്ക് തോന്നിയില്ലേ എന്ന് ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. കാര്യം എനിക്ക് ഒരിക്കലും ഇദ്ദേഹത്തിന് അതിനുശേഷം കാണാൻ പറ്റിയിട്ടില്ല. എനിക്ക് എപ്പോഴെങ്കിലും കാണുമ്പോൾ അദ്ദേഹത്തിനോട് ഇത് ചോദിക്കണമെന്നുണ്ടായിരുന്നു. അപ്പം അതൊന്നും തോന്നിയില്ലേ എന്നുള്ളതാണ്. ഇവിടെ പവർ ഗ്രൂപ്പേ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ഇവിടെ ഒരു പ്രശ്നവും ഇല്ല എന്നാണ് മിസ്റ്റർ സിദ്ദിഖ് പറയുന്നത്. ഒരു പ്രോബ്ലവും ഇല്ല, ഇതെല്ലാം എന്താണ് വളരെ മിത്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഇമാജിനേഷൻ ആണ് എന്നുള്ളൊരു രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ റെസ്പോൺസ്. ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഒരു ഡ്രീം ചെയ്തു എന്നുള്ള ഒരു കാര്യത്തിൽ ഒരാളെ ട്രാപ്പിലാക്കി എനിക്കതിന് കൊടുക്കേണ്ടി വന്ന വില എന്ന് പറയുന്നത് വളരെയധികമാണ്. എത്രയോ കൊല്ലങ്ങൾ, രേവതിയുടെ +2 കഴിയുന്ന പ്രായമാണ് എന്ന് പറഞ്ഞാൽ +2 കഴിയുമ്പോൾ അത്രയാണ് പ്രായം. നമ്മൾ ലോകത്തെക്കുറിച്ച് സ്വപ്നം കാണുന്ന പ്രായമാണ്, നമ്മുടെ കരിയറിനെ കുറിച്ച് സ്വപ്നം കാണുന്ന പ്രായമാണ്, നമുക്കെല്ലാം നന്മയും നന്നായും തോന്നുന്ന കാലമാണ്. അക്കാലത്തെ കാര്യമാണ് രേവതി പറയുന്നല്ലേ? അതെ, +2 കഴിഞ്ഞ് അല്ല ഇത് പെട്ടെന്ന് സംഭവിക്കുന്നത്. +2 കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മെസ്സേജും കോൺടാക്റ്റും ഒക്കെ വരുന്നത് +2 കഴിഞ്ഞ് നിൽക്കുന്ന ഒരു പീരീഡ് പിന്നെ ലീവിനാണ് വരുന്നത്. അതിനുശേഷം 1.5 കൊല്ലത്തോളത്തോളം സോ കോൾഡ് മോളെ വിളിയിൽ അദ്ദേഹം വളരെ സേഫ് ആയിരുന്നു എന്നുള്ളതാണ്. ഒരിടത്തും എനിക്ക് ഡൗട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബിക്കോസ് ഐ വാസ് ടു യങ്. എനിക്കറിയില്ല ഇങ്ങനെയുള്ളൊരു സിസ്റ്റം, ഇങ്ങനത്തെ ഒരു രീതി ഇൻഡസ്ട്രിയിൽ ഉണ്ടെന്നോ. ഞാനന്ന് മോഡലിംഗ് പോലും തുടങ്ങിയിട്ടില്ല, എൻ്റെ ആദ്യത്തെ സിനിമ പോലും ഞാൻ ചെയ്തിട്ടില്ല. അതിന് മുമ്പേ ഉള്ളൊരു പീരീഡാണ്, എനിക്കറിയില്ല. നമ്മൾ നോക്കുമ്പോൾ എന്താണ് അപ്പൂപ്പൻ്റെ അത്ര വയസ്സുള്ള ഒരു മനുഷ്യൻ മോളെ എന്ന് വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുന്നു. പിന്നീട് സിനിമയിൽ നിനക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു, നിനക്ക് അഭിനയിക്കാനുള്ള ഇതുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള കുറേ വിഷയങ്ങൾ നടക്കും. നമ്മൾ ഒരിടത്ത് പോലും ഒരു സ്ലൈറ്റ് ഇതും പോലും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇവർ എന്ന് പറയുന്ന അറ്റാക്കേഴ്സാണ്, ദേ പ്ലാൻ തിങ്സ്. അപ്പം ആ ഒരു ലീവിന് ശേഷം കുറേയൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 21 ഇയർ ഉള്ളപ്പോഴാണ് ഇത് ജീവിതത്തിൽ സംഭവിക്കുന്നത്. നിള തിയേറ്ററിൽ അയാൾ സുഖമായിരിക്കട്ടെ എന്ന് പറയുന്ന ഒരു മൂവിയുടെ പ്രിവ്യൂ കാണാൻ ക്ഷണിക്കുന്നു. ഞാൻ പോയി. അതിനുശേഷം ബാക്കി ഡിസ്കഷൻ, സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷനും കാര്യങ്ങളും നമുക്ക് മസ്കറ്റ് ഹോട്ടലിലാണെന്ന് പറയും. നമുക്ക് ആകെ അറിയുന്നത് പ്രൊഫഷണൽ അപ്രോച്ചുകൾ മാത്രമാണ്. അവിടെ പോയപ്പോഴാണ് അതൊരു ട്രാപ്പാണെന്ന് അറിയുന്നതും ഞാനൊരു റൂമിനകത്ത് ലോക്ക്ഡ് ആണെന്ന് അറിയുന്നതും. എൻ്റെ സമ്മതമില്ലാതെ അയാൾ വളരെ ഹീനമായിട്ട് എന്നെ ഉപദ്രവിക്കുന്നതും ഇൻസേർഷൻ ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിലും സാരമില്ല. കേൾക്കുന്നുണ്ടോ? കേൾക്കാം രേവതി, ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഇങ്ങനെയുള്ള വാക്കുകൾ പറയുന്നു, അയാൾ എന്നെ അറ്റാക്ക് ചെയ്യുന്നു. എനിക്ക് ആ സമയം പറ്റുന്ന ടു സെൻസിറ്റീവ് ടൈം ആൻഡ് ആ സമയത്ത് പറ്റുന്ന പോലെ തന്നെ ഞാൻ എൻ്റെ മാക്സിമം സ്ട്രെങ്ത് ഫിസിക്കലി എടുത്ത് അയാളെ ഞാൻ ഡിഫെൻഡ് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും ഈ പറയുന്ന പോലെ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഞാൻ സീക്ക് ചെയ്യാണ് ഹെൽപ്പിന് വേണ്ടി. എനിക്ക് എപ്പോഴും എനിക്ക് ട്രോമയായിട്ട് ഓർമ്മ വരുന്നൊരു കാര്യമാണ് അവിടുത്തെ മിറർ, മസ്കറ്റ് ഹോട്ടലിലെ മിറർ. ബിക്കോസ് ഞാൻ ഈ ചാവുമോ, എന്നെ കൊന്നുകളയോ, നെക്സ്റ്റ് മൊമെൻറ്റിൽ എന്താ, ഞാൻ ഏത് വഴി എസ്കേപ്പ് ചെയ്യും,
ഇതൊന്നും തന്നെ എനിക്ക് അറിയൂല, എനിക്കിനി അടുത്ത നിമിഷം അച്ഛനും അമ്മയും കാണാൻ പറ്റുമോ, ഇങ്ങനത്തെ കുറേ വിഷയങ്ങൾ എൻ്റെ എൻ്റെ തലയിൽ കൂടെ ആ സമയത്ത് പോവാണ്. ആൻഡ് ഫൈനലി ഞാൻ എൻ്റെ എല്ലാ സ്ട്രെങ്തും എടുത്ത് ഞാൻ ഡിഫെൻഡ് ചെയ്ത് എങ്ങനെയോ പുറത്തിറങ്ങി പോകാൻ വേണ്ടി ഒരു മണിക്കൂർ ഞാൻ അതിനകത്തായിരുന്നു. പുറത്തിറങ്ങി പോയ സമയത്താണ് ഇദ്ദേഹം, ഞാൻ അയാളുടെ പറഞ്ഞു ഞാനിത് റിപ്പോർട്ട് ചെയ്യും, ഞാനിത് പുറത്ത് പറയും എന്ന് പറയുമ്പോഴും അത്രയും എന്താണ് ആ പവർ എന്നൊക്കെ പറയുന്ന ഒരു അതോറിറ്റേറിയൻ ആക്റ്റായിരുന്നു. ലൈക്ക് ഹിസ് സോ എന്താ പറയുക, യു ഗോ ആൻഡ് say to anyone in this world, nobody will believe you. ആര് വിശ്വസിക്കാൻ നിന്നെയൊക്കെ, നീയൊക്കെ എന്താ, നീയൊക്കെ ഏതെങ്കിലും ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ, നീ ആരോടോ പോയി പറയ്, എനിക്കിവിടെ എത്രയോ ആൾക്കാർ ഇവിടെ എന്നെ വിശ്വസിക്കുന്നുണ്ട്. ഹി വാസ് റൈറ്റ് ഹാഷ്മി, ബിക്കോസ് അയാൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് പിന്നീട് സംഭവിച്ചത്. ഞാനിത് പുറത്ത് വെളിപ്പെടുത്തുന്ന എത്രയോ കൊല്ലത്തിന് ശേഷമാണ്. ഞാൻ വെളിപ്പെടുത്തിയപ്പോൾ ഐ എം സേയിങ് ദിസ്, ഒരു മനുഷ്യൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഒരു സിസ്റ്റവും എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല, ഒരാളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. എനിക്ക് ഞാൻ മാത്രം ഉണ്ടായിരുന്നു, എൻ്റെ അമ്മയുണ്ടായിരുന്നു, അച്ഛനുണ്ടായിരുന്നു. ഞാൻ ആ ഡ്രീം കൈവിട്ടിട്ടില്ല. പക്ഷേ എനിക്ക് വന്നിട്ടുള്ള ഒരു സിനിമയെ എന്താണ് അക്കാഡമിക്കായി കുറച്ച് ഗൗരവത്തിൽ അത് അർഹിക്കുന്ന അക്കാദമിക് സ്വഭാവത്തിലൊക്കെ കണ്ടിരുന്ന ആളാണ്. അതിനുശേഷം ആ സിനിമ എന്നുള്ള ലോകം രേവതിക്ക് അന്യമാകുന്നു. ഉയർന്ന ചോദ്യം, ഇപ്പോൾ ബംഗാളി നടി സംവിധായകൻ രഞ്ജിത്തിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ടാണോ പറയുന്നത് എന്നൊരു ആരോപണം ഉയരുമല്ലോ. ഈ ട്രോമ അനുഭവിച്ചവരോട് ഇത്രയും വർഷം കഴിഞ്ഞിട്ടാണോ ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ ചെവിക്കല്ലടിക്കാൻ തോന്നില്ലേ രേവതി? ഇപ്പോഴും രേവതി അനുഭവം ഓർക്കുമ്പോൾ തൊണ്ടയിടുകയാണ്. ചെവിക്കല്ലിന് അപ്പുറത്തേക്ക് അടിക്കാൻ തോന്നും എന്നുള്ളതാണ് കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് ഇവരൊക്കെ ഫസ്റ്റ് സംസാരിക്കാൻ? നമ്മളാണ് അനുഭവിച്ചത്, നമുക്കേ അറിയുള്ളൂ അതിൻ്റെ A to Z. ഒരു മനുഷ്യനും ഒന്നും പറയാനുള്ള സേ ഇല്ല ഫസ്റ്റ് ഓഫ് ഓൾ ഹാഷ്മി ഈ വിഷയത്തിനെ കുറിച്ചിട്ട്. നിങ്ങൾക്ക് ഐദർ ഞാൻ വായിച്ച പോലെ നിങ്ങൾക്ക് ഒന്നുകിൽ മിസോജിനിസ്റ്റ് ആവാം, അല്ലെങ്കിൽ കൃത്യമായി സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാവാം, ഒരു ഫെമിനിസ്റ്റ് ആവാം. എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ബെറ്റർ നമ്മളെ ഉപദ്രവിക്കാൻ വരരുത് എന്നുള്ളതാണ്. അത് പഠിക്കാനെങ്കിലും തയ്യാറായി വരണം എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു ഇത് ഇവിടെ ഒരിടത്തും സോഷ്യൽ മീഡിയയിലാണ്. എന്തെല്ലാം അറ്റാക്കുകൾ എന്ന് പറയും, സൈബർ അറ്റാക്ക്, എന്തൊക്കെ പേരുകളാണ്, ട്രബിൾ മേക്കർ. എനിക്കൊരു സിനിമയിൽ പോലും വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഞാനൊരു ട്രബിൾ മേക്കറാണ്. ഞാൻ ഒരു സെറ്റിൽ പോയി കഴിഞ്ഞാൽ അങ്ങേയറ്റം പ്രൊഫഷണലായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. കാര്യം ഞാൻ സിനിമയെ സയൻസ് ആയിട്ടാണ് കാണുന്നത്, ഒരു സയൻറ്റിഫിക്കൽ, അത് അത്രത്തോളം ബ്രീഫായിട്ടുള്ളൊരു കാര്യമാണ്. എന്തെങ്കിലും വന്ന് പോയി ചെയ്യാനോ ഒന്നിനും അല്ല ഞാൻ ഇറങ്ങിത്തിരിച്ചത്. എനിക്കങ്ങനെ നിൽക്കണം, അതുകൊണ്ട് തന്നെയാണ് ഇന്നും ആ ഡ്രീമിന് വേണ്ടി ഞാൻ കഷ്ടപ്പെടുന്നത്. പക്ഷേ നമുക്കുണ്ടാവുന്ന കുറേ പേരുകൾ ട്രബിൾ മേക്കർ. പല ഫ്രണ്ട്സും ഇതുമായിട്ട് അവരൊന്നും ഫ്രണ്ട്സാണ്, റിയൽ ഫ്രണ്ട്സാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം പലവർക്കും സംസാരിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് എന്നോട്. കാര്യം എന്നോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവരെ നിലനിൽപ്പായിരിക്കാം, നിലനിൽപ്പിനപ്പുറത്തേക്ക് അവർക്ക് അവരുടെ ചാൻസ് പോകണ്ട എന്നുള്ളൊരിതായിരിക്കാം, അവർക്ക് സംസാരിക്കേണ്ട. ഞാനുമായിട്ട് എനിക്കൊരു സോളിഡാരിറ്റി ഒരു ചെറിയൊരു കോൺവെർസേഷനിൽ തന്നാൽ പോലും അവർക്ക് ഭയങ്കര പേടിയാണ്. ലൈക്ക് നിന്നോട് സംസാരിച്ച ബിക്കോസ് ആ സെറ്റിൽ ഐദർ ഈ പറയുന്ന ആളുകളൊക്കെ കാണും, എന്നോട് ഒരു പിക്ചർ ഷെയർ ചെയ്താലോ എന്തൊക്കെയും ഇവരുമായിട്ട് നിങ്ങൾക്ക് എന്താണ് ടൈപ്പ്, സോ അവരുടെ ചാൻസ് പോയിപ്പിക്കുക, ഇങ്ങനെയുള്ള എന്തെല്ലാം കാര്യങ്ങളാണ്. ട്രബിൾ മേക്കർ മാത്രമല്ല, അറ്റൻഷൻ സീക്കർ. ഇതാണ് ഞാൻ നേടിയ ഒരു വലിയൊരു കാര്യം, അറ്റൻഷൻ സീക്കർ. ഈ സംഭവിച്ച ഈ വിഷയം പറഞ്ഞ് അറ്റൻഷൻ വാങ്ങാൻ എനിക്ക് എന്തിനാണ്? ഞാൻ ഈ അറ്റൻഷൻ എവിടെ കൊണ്ടുവയ്ക്കാനാണ്? എനിക്കൊന്നും വേണ്ട. ഒരു സമയത്ത് ഞാൻ പ്രതികരിച്ചത് കൊണ്ട് മാത്രം സെൻറ്ററിൽ നിർത്തി അവിടെ ഇവിടെ ഒക്കെ ഞാൻ അറ്റാക്ക് ചെയ്യപ്പെട്ട ഒരാളാണ്. അന്നൊരു മനുഷ്യൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. ഞാൻ തന്നെ അന്ന് വിട്ടുപോയതാണ്. അതായത് സിനിമ എന്ന് പറഞ്ഞ പാഷനോ അല്ലെങ്കിൽ എൻ്റെ ഡ്രീമോ ഞാൻ മറന്നിട്ടില്ല, അങ്ങനെയല്ല. പക്ഷേ ഐ വാസ് ടു കൺഫ്യൂസ്ഡ്. കാര്യം എന്താണ് ഈ സംഭവിക്കുന്നത്? നാച്ചുറലായിട്ട് വരുന്നൊരു ഡിഫൻസിനെയും ക്വസ്റ്റ്യൻ ചെയ്യുന്നു, എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ കുറച്ച് ടൈം ഞാൻ അക്കാഡമിക്കലി ഇൻവെസ്റ്റ് ചെയ്യുകയും തിരിച്ച് അനലൈസ് ചെയ്ത് തിരിച്ച് ബാക്ക് ടു ട്രാക്ക് ആവുകയും ചെയ്തതൊക്കെ. ഒത്തിരി പേരുകളാണ് സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക് ചെയ്യുന്നതിന് കയ്യും കണക്കും ഇല്ല. ഇവരുടെ കുറേ സോ കോൾഡ് ഫാൻസുകളുണ്ടല്ലോ, സിദ്ദിഖ് ഇക്ക ഫാൻസ്. നമ്മുടെ സിദ്ദിഖ് ഇക്ക അങ്ങനെ ചെയ്യില്ല. സിദ്ദിഖ് ഇവർക്ക് എന്തറിയാം? ഏതെങ്കിലും ക്യാരക്ടറാണോ അയാളെ ഡിഫൈൻ ചെയ്യുന്നത്? അയാൾ ചെയ്തു വെച്ച ക്യാരക്ടറാണോ അയാൾ ഡിഫൈൻ ചെയ്യുന്നത്? ഈ മഹാന്റെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ടാവുമല്ലോ. എന്നിട്ട് അമ്മ എന്ന് പറയുന്ന സോക്കോൾഡ് എന്ന് പറഞ്ഞാൽ ഈ മേഖലയിൽ ഇത്തരത്തിൽ അതിക്രമം നേരിട്ടാൽ അവർക്ക് നീതി വാങ്ങിക്കൊടുക്കേണ്ട ഒരു സംഘടന, ചുമ്മാ പറയുകയാണ്, ആ സംഘടന എന്ന സോക്കോൾഡ് സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് വന്നിരുന്നു കൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചൊക്കെ ഇതൊക്കെ സ്വാഗതാർഹമാണ്, ഇതൊക്കെ പേരൊക്കെ പുറത്തു വരണം എന്നൊക്കെ പറയാൻ ഇയാൾക്ക് എത്രമാത്രം തൊലിക്കെട്ടിയാകും രേവതി? തൊലിക്കെട്ടി അത് ഉണ്ട് ഹാഷ്മി. കാര്യം ഈ പറയുന്ന ഇയാളെ പോലുള്ള പലരും, വേറൊരു കാര്യം ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു, ഇവിടെ ഒരു അടിച്ചു കയറി വാന്ന് പറയുന്ന ഒരു കമൻറ്റ്, ഒരു ഡയലോഗ് ഈ ഇടയ്ക്ക് ഭയങ്കര ഫേമസ് ആയി റൺ ചെയ്തുകൊണ്ടിരുന്നു. അത് അഭിനയിച്ച ഒരു ആക്ടർ, അയാളുടെ നിന്ന് വന്നൊരു കോളാണ്, ഒരു പാതിരാത്രി വന്നൊരു കോളാണ്.
ഒരു ഫോട്ടോഗ്രാഫർ എൻ്റെ കൺസെൻറ്റ് പോലും ഇല്ലാതെ കൊടുത്തൊരു നമ്പർ, ആ നമ്പർ എൻ്റെതാണെന്ന് മനസ്സിലാക്കി പുള്ളി ആ ഫോട്ടോ കണ്ട് അയാൾ അപ്പം തന്നെ എന്നെ നൈറ്റ് കോൺടാക്ട് ചെയ്തിട്ട് ഇവർക്കൊക്കെ സെയിം, അതാ ഞാൻ പറയാൻ പോകുന്നത്, ഇവരെല്ലാവരും ദേ ഓൾ ആർ ഇൻ ദ സെയിം ബോട്ട്. ഒരേ ക്യാരക്ടറിസ്റ്റിക്സും ഒരേ ക്രിമിനാലിസവും ഒരേ പോയ്സണും എല്ലാം ചുമന്നുകൊണ്ട് നടക്കുന്നവരാണ്. അതുകൊണ്ടാണല്ലോ അവർ തമ്മിൽ ഭയങ്കര ഐക്യമുള്ളത്. അപ്പോൾ ഈ പറയുന്ന ആൾ എന്നെ വിളിച്ചിട്ട് അയാൾ ചോദിച്ച വാക്കുകളാണ്, നിങ്ങൾക്ക് സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ടോ, സെക്സ് നിങ്ങൾക്ക് ഇഷ്ടമാണോ, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ട പൊസിഷൻ, ഇതൊക്കെയാണ് അയാൾ ചോദിച്ചത്. അന്നും ഈ പറയുന്ന വളരെ യങ്, ഒരു 20-21 ഈ സമയത്ത് ഐ വാസ് ടു ഷോക്ക്ഡ്. ഒരു കോളിൽ, ഇറ്റ് വാസ് എ കോൾ ആൻഡ് ഞാൻ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ലൈക്ക് ഇത് ഞാൻ എന്ത് പറയണം, ഇതെന്താ ഇങ്ങനെ, ഇതാരാ, ലൈക്ക് ഇവർക്ക് എങ്ങനെ അത് പറയാൻ തോന്നുന്നു. അതൊക്കെ നമുക്ക് ഇതെല്ലാം നമ്മൾ പറയുമ്പോൾ പോലും നീ എന്തിനു കോൾ വെച്ചു, ഇങ്ങനെയൊന്നും ആരും ഇവിടെ ചോദിക്കണ്ട. ഐ മീൻ കമൻറ്റുകളൊക്കെ എങ്ങനെയായിരിക്കും ഇങ്ങനെ വരാൻ പോകുന്നത്. അപ്പം ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. അപ്പം ഈ രീതിയിലൊക്കെ അവർ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് വാട്ട് ഹി സെഡ് വാസ്, രേവതിക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ കൊച്ചിയിൽ 9 ദിവസത്തേക്ക് ഞാൻ ഇവിടെ ഉണ്ട്. അപ്പോൾ രേവതി ഏതെങ്കിലും സ്ത്രീകളെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആരെങ്കിലും കൊച്ചിയിലുണ്ടെങ്കിൽ ഒന്ന് ഒപ്പിച്ച് തരാൻ പറ്റുമോ എന്ന് ചോദിച്ച ഒരുത്തനാണ് അയാൾ. ഇതുപോലെ എത്രയോ അനുഭവങ്ങളുണ്ട്. ഇതൊക്കെ കൂടെ തന്ന്, അതായത് നമ്മൾ പുറത്ത് പെട്ടെന്ന് ആരും ഈവൻ പറയാനുള്ള സ്പേസ് വീട്ടിലുണ്ടായിട്ട് പോലും നമുക്ക് എന്താ സംഭവിക്കുന്നത് ആ വയസ്സിൽ ഒന്നും നമുക്ക് മനസ്സിലാവില്ല. ഇത് ഭയങ്കരമായി സൈക്കോളജിക്കലായിട്ടുള്ളൊരു കാര്യം കൂടെയാണ്. ഇത് ഒരു വയസ്സായപ്പോൾ ഇതെല്ലാം കൂടെ കയറി എന്നെ മെൻ്റലി ധാരാളം രീതിയിലൂടെ, ഐ മീൻ മിക്സഡ് ആങ്സൈറ്റി ഡിപ്രസീവ് ഡിസോർഡർ ഡയഗ്നോസ് ചെയ്യുക, ഡിപ്രഷൻ ഡയഗ്നോസ് ചെയ്യുക, ട്രീറ്റ്മെൻറ്റ് എടുക്കുക, തെറാപ്പി എടുക്കുക, ഇതുപോലെ പല വിഷയങ്ങളിലൂടെയും വന്നാണ് പല കാര്യങ്ങളിലും കടന്നാണ് ഇരിക്കുന്നത്. സോ ഇതിന് കൊടുത്ത പ്രൈസ് എന്ന് പറയുന്നത് എത്രയോ വർഷമാണ്, എൻ്റെ പല എനർജിയാണ്, എൻ്റെ നല്ല സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്, എൻ്റെ നിഷ്കളങ്കമായ ഒരു പ്രായം, മനസ്സ്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇത് ഒരു സമയത്ത് പറഞ്ഞപ്പം നോബഡി വാസ് വിത്ത് മീ. എല്ലാവരും അറ്റൻഷൻ ലിറ്റററി റേപ്പാണ്. ഇപ്പോൾ രേവതി നേരിട്ടത് ലിറ്റററി റേപ്പാണ് അല്ലേ, അബ്യൂസാണ് ഇത്. അത് എന്താണ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരിക്കൽ ഇത് രേവതി നേരത്തെ പറഞ്ഞ കാര്യമാണ്. അന്ന് ആരും ശ്രദ്ധിക്കാതെ പോയ, രേവതി കൂടെ നിൽക്കാതെ പോയ സമയമാണ്. ഇപ്പോൾ സാഹചര്യം വ്യത്യസ്തമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞ് രേവതിയുടെ മാത്രം അനുഭവമല്ല, ഒരുപാട് പേരുടെ അനുഭവങ്ങൾ, ഇതിനേക്കാൾ ഭീകരമായ തീവ്രമായ അനുഭവങ്ങളുണ്ട് ഒരു കമ്മിറ്റി കണ്ടെത്തിയ സമയമാണ്. ഒരു പരാതിയിലേക്ക് പോകുന്നതിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ രേവതി? ഞാൻ പരാതി പോകുന്നതിനെ പറ്റി ഞാൻ ആലോചിച്ചിട്ടില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് കാലമേ ഉള്ളൂ അതെൻ്റെ സന്തോഷത്തിനും സെൽഫിനും വേണ്ടി വർക്ക് ചെയ്യണം. ഞാൻ പറഞ്ഞിരുന്നപ്പോൾ എനിക്കൊരു സപ്പോർട്ടും കിട്ടിയില്ല. ആ സപ്പോർട്ടില്ലായ്മ വലിയൊരു അബാൻഡൻമെൻറ്റിലേക്ക് എത്തി. അതിൻ്റെ മുറിവുകളൊക്കെ ഇന്നും എന്നെ പിന്തുടരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഓരോ ദിവസവും ഹാഷ്മി, നമ്മൾ പലരും പറയില്ലേ, ചിന്തിക്കരുത്, ഇതൊന്നും മനസ്സിൽ നിന്ന് വരരുത്, ഒന്ന് കുളിച്ചാൽ മാറും, ഒന്നത് ചെയ്താൽ മാറും, ഇങ്ങനെയൊക്കെ കുറേ വിഷയങ്ങൾ ഈവൻ വളരെ ക്ലോസ്ഡ് വിശ്വസ്ഡ് സർക്കിളിൽ നിന്ന് വരെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഇതൊരു ലോങ് ടേം ഇതിൽ എനിക്ക് പൊക്കോണ്ടിരുന്നപ്പോൾ തന്നെ എനിക്ക് ഓരോ ദിവസം ഈ തോട്ട് വന്നാണ് ഞാൻ ലൈഫിൽ ഓക്കെ ആയിട്ട് ഒരു ബെറ്റർ വേർഷനിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഐ മീൻ ഇക്കാര്യങ്ങൾ തുറന്നു പറയുകയും എന്നാൽ പോലീസിലേക്ക് ഒരു പരാതിയുമായി പോകാൻ താല്പര്യമില്ലാത്തതിന് കാരണം ഒരു വലിയ ട്രോമ കടന്നു വന്ന് നിന്നിട്ടാണ് വർഷങ്ങൾക്ക് ഇപ്പോൾ അനുഭവം തുറന്നു പറയുന്നത്. വീണ്ടും ആ ട്രോമ കുഴിയിലേക്ക് ചാടി വീണ് ജീവിതം തുലയ്ക്കാനില്ല, അതാണ് അല്ലേ? ഞാൻ 2-3 പേർക്കൊക്കെ കംപ്ലൈൻറ്റുമായിട്ടൊക്കെ ഈ 2021 കുറച്ച് ലിസ്റ്റ് ഓഫ് നെയിംസ്, ഇയാൾ മാത്രമല്ല കുറച്ച് ലിസ്റ്റ് ഓഫ് നെയിംസുമായിട്ടൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് തന്നെ എനിക്ക് പോലീസിൻ്റെ നിന്നും സ്റ്റേഷനിൽ നിന്നും പല ലീഗൽ സിസ്റ്റത്തിൽ നിന്നും നേരിട്ടതൊക്കെ ഒരു തരത്തിലും എഗെയിൻ ആൻഡ് അനദർ ലെവൽ ഓഫ് റേപ്പാണ് ഞാൻ അവിടെ കടന്നുപോയത്. അത്രയൊന്നും എനിക്ക് പരീക്ഷിക്കാൻ എനിക്കില്ല. ആകെ കുറച്ച് സമയമുണ്ട്. ആ സമയം എനിക്ക് എൻ്റെ ഡ്രീംസിന് ഇൻവെസ്റ്റ് ചെയ്യണം, പോകണം. ഇവന്മാരുടെ ഒന്നും പുറകെ നടക്കാനും അതിനൊന്നും ചെയ്യാനും സമയമില്ല എന്നുള്ളതാണ്. സമയവും മാനസികാവസ്ഥയും ഇല്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സപ്പോർട്ടീവ് സിസ്റ്റം ഇവിടെ വേണം. ഇവിടെ സപ്പോർട്ടീവ് സിസ്റ്റത്തിന് നമ്മൾ പറയുമ്പോഴും ഒരു സ്റ്റേഷനിലോ അബ്യൂസ് എന്താണെന്ന് അറിയില്ല. അബ്യൂസ് എന്ന് പറയുമ്പോഴേ ഇൻസർഷൻ ചെയ്തോ എന്ന് ക്യൂരിയോസിറ്റി കാണിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. അല്ലാതെ എന്താണ് അബ്യൂസിന് എന്തെല്ലാം തലങ്ങളുണ്ട്, സൈക്കോളജിക്കലി അത് എങ്ങനെയാണ് ഒരാളെ ബാധിക്കുന്നത്, സോഷ്യലി എങ്ങനെയാണ് ബാധിക്കുന്നത്, ഇമോഷണലി എങ്ങനെയാണ് ബാധിക്കുന്നത്, ഇത് കൃത്യമായിട്ട് അങ്ങനത്തെ ഒരു സ്റ്റഡി ഒന്നും ഇവിടെ ഉള്ള അതോറിറ്ററീസ് അല്ല നമുക്കിവിടെ അൺഫോർച്ചുനേറ്റ്ലി ഉള്ളത്. അതുകൊണ്ടാണ് അല്പസമയം കൂടി തുടരണം.